വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, 6ാം ക്ലാസ്സില് ആംഗിൾസ്, കോണുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അതില് ഏറ്റവും ലാസ്റ്റുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ലാസ്റ്റിലേക്കുള്ള പേജിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനും പറ്റും. ആ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഇതാണ് നമ്മളുടെ ചോദ്യം. അതായത് ചുവടെ കുറച്ച് ചിത്രങ്ങളുണ്ട്, കുറച്ച് വൃത്തങ്ങളുണ്ട്, സർക്കിൾസ്. അതിൽ കുറച്ച് ഭാഗം കളർ ചെയ്തിട്ടുണ്ട്, മഞ്ഞ ഭാഗവും പച്ച ഭാഗവും ഉണ്ട് ഇതേപോലെ. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവിടെയുള്ള ഈ യെല്ലോ ഭാഗത്തിന്റെയും ഗ്രീൻ ഭാഗത്തിന്റെയും ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം കാണേണ്ടത് യെല്ലോ ഭാഗത്തിന്റെ ഫ്രാക്ഷൻ ആണ്. യെല്ലോ ഭാഗം ആ സർക്കിളിന്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം. ആ യെല്ലോ ഭാഗം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്? സിമ്പിൾ ആണ്. യെല്ലോ ഭാഗത്തിന്റെ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി. ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 360 ഡിഗ്രിയാണ് അല്ലേ. സർക്കിൾ മൊത്തം 360 ആണ്, അതിൽ 20 ഭാഗം. അപ്പൊ 20/360. 20/360. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ചെറുതാക്കണം. ചെറുതാക്കുന്നതിന് മുമ്പ് 0 വെട്ടിപ്പോയി. ബാക്കി ആരാണ്? 2/36. ഇതിന് രണ്ടിന് നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/18 എന്ന് വരും. അപ്പോൾ യെല്ലോ ഭാഗം എന്ന് പറയുന്നത് 1/18 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രീൻ ആണ് അല്ലേ. ഗ്രീൻ എത്രയാണ്? ഗ്രീനിന്റെ ഭിന്നസംഖ്യ എത്രയാണ്? അപ്പൊ നമ്മൾ വിചാരിക്കും ഗ്രീനിന്റെ ആംഗിൾ, ഇവിടെ എത്രയുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ മൊത്തം 360 ആണ്. 360ൽ നിന്നും 20 പോയി, ബാക്കി 340 വരും. ഇനി 340/360 ചെയ്യണം. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കും, പക്ഷെ അതൊന്നും വേണ്ട. സംഗതി ഇത്രയേ ഉള്ളൂ. 1/18 യെല്ലോ ആണ്. അതായത് ഈ സർക്കിളിന്റെ മൊത്തത്തില് 18 കഷ്ണമാക്കിയാൽ അതിലൊരു കഷ്ണം യെല്ലോ ആണ്, ബാക്കി മുഴുവൻ ഗ്രീൻ ആണ്. 18ൽ ഒരു കഷ്ണം യെല്ലോ ആണെങ്കിൽ ബാക്കി എത്ര കഷ്ണമുണ്ട്? 18ല് ഒരു കഷ്ണം യെല്ലോക്ക് പോയി, ബാക്കി മൊത്തം ആരാണ്? ബാക്കി മൊത്തം നമ്മുടെ ഗ്രീൻ ആണ്. അതായത് 17 ഭാഗവും ഗ്രീൻ ആണ്. അപ്പൊ നമ്മൾ ഗ്രീനിന്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 17/18 ആണ്. സർക്കിളിന്റെ ഒരു ഭാഗം ആരാണ്? യെല്ലോ. ബാക്കി 17 ആരാണ്? ഗ്രീൻ ആണ്. അപ്പൊ 17/18. റെഡി? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 24/24. അപ്പം യെല്ലോയുടെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? യെല്ലോ എന്ന് പറഞ്ഞാൽ 24/360. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 24നെ നമുക്ക് 6 × 4 എന്ന് എഴുതാം. 360നെ നമുക്ക് 6 × 60 എന്ന് എഴുതാം. 6 രണ്ടും വെട്ടിപ്പോയി. ഇനി ഇതിന് രണ്ടിന് 4 കൊണ്ട് ഞാൻ ഹരിക്കുമ്പോൾ 1/15 എന്ന് വരും. അപ്പോൾ യെല്ലോ ഭാഗം 1/15 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ എത്ര വരും? ഒന്ന് ആലോചിച്ച് നോക്കി. ഗ്രീൻ എത്ര വരും? ഒരു സർക്കിളിന്റെ 15 കഷ്ണമാക്കിയാൽ, ഒരു സർക്കിളിനെ 15 കഷ്ണമാക്കിയാൽ അതിലൊരു ഭാഗം യെല്ലോ, ബാക്കി മുഴുവൻ ഗ്രീൻ. 15ൽ ഒരാൾ മാത്രം യെല്ലോ, ബാക്കി മുഴുവൻ ഗ്രീൻ. അപ്പൊ ബാക്കി എത്ര ആൾക്കാരുണ്ടാവും? 14 ആൾക്കാർ. 14/15. റെഡി? അപ്പൊ ഇത് ശരിയാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ആംഗിൾ വെച്ച് ഹരിച്ചു നോക്കുക. ശരിയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇതിലെ ബാക്കി ചോദ്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇനി ആരെങ്കിലും വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സൂപ്പർ ആയിട്ടിരിക്കുക. സോ താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.